ഓം ശാന്തി. ഒരു സെക്കൻഡിനുള്ളിൽ ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും വേറിട്ട് ആത്മാഭിമാനി സ്ഥിതിയിൽ ഞാൻ സ്ഥിതമാകുന്നു. ദേഹഭാനവും വ്യക്തഭാവവും സെക്കൻഡിൽ സമാപ്തമാക്കുന്നു. ഇപ്പോൾ ആത്മിക ഭാവം, ആത്മിക ദൃഷ്ടി, ആത്മിക വൃത്തി, സ്വഭാവ സംസ്കാരങ്ങളുടെ ആകർഷണത്തിൽ നിന്നും വേറിട്ട് ഞാൻ ആകർഷണമൂർത്തി ആത്മാവാകുന്നു. ഞാൻ ദേഹസ്മൃതിയിൽ നിന്നും വേറിടുമ്പോൾ ബാബയുടെ സ്നേഹിയാകുന്നു. ഏതുപോലെ ബാബ സർവരിൽ നിന്നും വേറിട്ട് സർവരുടെയും സ്നേഹിയാകുന്നുവോ, അതുപോലെ ഞാൻ ആത്മാവും സർവരിൽ നിന്നും ന്യാര ആകുന്നു, സർവരുടെയും പ്യാര ആകുന്നു. സർവരെയും സദാ ആത്മരൂപത്തിൽ കാണുന്നു. സംബന്ധ സമ്പർക്കത്തിൽ ആത്മിക വൃത്തിയിലിരുന്ന് ഞാൻ സർവരുടെയും പ്യാര ആയിത്തീരുന്നു. ഞാൻ ആത്മാവ് പ്രകാശമാണ്, ലൈറ്റാണ്. ആരെ കാണുന്നുവോ അവരും ലൈറ്റ്. എൻ്റെ ബാബയും സുപ്രീം ലൈറ്റ്. ഈ സ്മൃതിയിൽ ഞാൻ നിരന്തര ആത്മാഭിമാനി സ്ഥിതമാക്കുന്നു. ബാബ പറയുകയാണ്, നിരന്തരം ആത്മാഭിമാനിയാകാനുള്ള അഭ്യാസം ചെയ്യൂ. അപ്പോൾ വികാരി ചിന്തകൾ ഒഴിവാകുന്നു, ബാബയുടെ ഓർമ്മയുണ്ടാകുന്നു. ആത്മാവ് സതോ പ്രധാനമാകുന്നു. ബാബയെ കണ്ടെത്താനും ജീവൻ മുക്തി പ്രാപ്തി ചെയ്യാനുമുള്ള വഴി മനുഷ്യർക്കറിയില്ല. വിശ്വത്തിൽ ശാന്തി എപ്പോഴാണ്, എങ്ങനെയാണെന്നറിയില്ല. വിശ്വത്തിൽ ശാന്തി സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ മറ്റുള്ള ആത്മാക്കളെ ആഹ്വാനം ചെയ്യുന്നു. ബാബ ആത്മാക്കളെയാണ് കാണുന്നത്. ആത്മാക്കളുടെ സിംഹാസനമാണ് ഭൃഗുടി. ആത്മാവ് തന്നെ സംസാരിക്കുന്നു, ആത്മാവ് തന്നെ കേൾക്കുന്നു,
ഈ ദൃഷ്ടി ഉറക്കുമ്പോൾ ക്രിമിനൽ ചിന്തകൾ നിലക്കുന്നു. ഇത് ശീലമായി തീരുന്നു. ദൈവിക ഗുണങ്ങളും ധാരണയാകുന്നു. ദേഹാഭിമാനത്തിൽ വരുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ ചഞ്ചലമാകുന്നു. ഞാൻ ദേഹി അഭിമാനിയാകാനുള്ള പ്രയത്നം ചെയ്യുന്നു. അപ്പോൾ എന്നിൽ ശക്തി നിറയുന്നു. ബാബയുടെ ശക്തിയിലൂടെ ആത്മാവ് സദോ പ്രധാനമാകുന്നു. ബാബ സദാ സദോ പ്രധാനമാണ്. ആത്മാക്കൾ ശരീരം ധാരണ ചെയ്ത് കർമ്മം ചെയ്യുന്നു. തമോ പ്രധാനമായി തീരുന്നു. വീണ്ടും സദോ പ്രധാനമാകണം. ബാബ ഒരേ ഒരു പ്രാവശ്യം പുതിയ ലോകം സ്ഥാപിക്കുന്നതിനായി പഴയ ലോകത്തിൽ വരുന്നു. തമോ പ്രധാന ലോകത്തെ മാറ്റി സദോ പ്രധാനമാക്കുന്നു. ബാബ എനിക്ക് സൃഷ്ടി ചക്രത്തെ നല്ല പോലെ മനസ്സിലാക്കി തന്നു. കൽപ്പകൽപ്പം ബാബയിലൂടെ ശാന്തി സ്ഥാപിക്കപ്പെടുന്നു. ഞാൻ ആദ്യം തുച്ഛബുദ്ധിയായിരുന്നു. പിന്നീട് ചക്രത്തെ അറിഞ്ഞ് സ്വച്ഛബുദ്ധിയായി. ബാബ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർമ്മിക്കുന്നതും ബാബയെയാണ്. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപമില്ലാതാകുന്നു. സത്തോ പ്രധാനമാകുന്നു. ഞാൻ ദൈവിക ഗുണം ധാരണ ചെയ്യുന്നു. ആത്മാഭിമാനിയാകുന്നു. കർമാതീത അവസ്ഥ അന്തിമത്തിലുണ്ടാകുന്നു. സേവനം ചെയ്യുന്ന കുട്ടികൾ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ സ്ഥാനം നേടുന്നു. ബാബ ദരിദ്രരായ കുട്ടികളെ ഡബിൾ കിരീടധാരിയാക്കി വിശ്വത്തിന്റെ അധികാരിയാക്കുന്നു. ഞാൻ ആത്മാവിനെ സദോ പ്രധാനമാക്കി മാറ്റുന്നതിനു വേണ്ടി സർവശക്തിവാനായ ബാബയിൽ നിന്നും ശക്തിയെടുക്കുന്നു. ദേഹി അഭിമാനിയാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ആത്മാക്കൾ സഹോദരന്മാരാണ്. ഈ അഭ്യാസം നിരന്തരം ചെയ്യുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാക്കുന്നു. ബാബയുടെ വരദാനമാണ് ഭൂമി നാഡി സമയത്തെ നോക്കി സത്യജ്ഞാനത്തെ
പ്രത്യക്ഷമാക്കുന്ന ജ്ഞാനസമ്പന്നരായി ഭവിക്കൂ. ബാബയുടെ പുതിയ ജ്ഞാനം സത്യജ്ഞാനമാണ്. ഇതിലൂടെ പുതിയ ലോകം സ്ഥാപിക്കപ്പെടുന്നു. ഈ അധികാരവും ലഹരിയും സ്വരൂപത്തിൽ പ്രത്യക്ഷമാകുന്നു. ആത്മാവിന്റെ ആഗ്രഹം നോക്കൂ, നാഡി നോക്കൂ, ഭൂമി തയ്യാറാക്കൂ. എന്നാൽ ഉള്ളിൽ സത്യതയുടെയും നിർഭയതയുടെയും ശക്തി ഉണ്ടായിരിക്കും. അപ്പോൾ സത്യജ്ഞാനത്തെ പ്രത്യക്ഷമാക്കാൻ സാധിക്കുന്നു. എന്റേത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തെ വലുതാക്കുക. നിന്റേതെന്നാൽ പർവ്വതം പോലെയുള്ള കാര്യത്തെ പഞ്ഞിയാക്കി മാറ്റുക. ഓം ശാന്തി.